ഹായ് കൂട്ടുകാരെ, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ചെറിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് പല ആളുകളെയും നമ്മൾ കണ്ടുമുട്ടാറുണ്ട്, സംസാരിക്കാറുണ്ട്, നമ്മൾ പലതും ആഗ്രഹിക്കാറുണ്ട്. പിന്നെ നമ്മൾ ആഗ്രഹിച്ച പേരിലൊക്കെ ടെൻഷൻ അടിക്കാറുണ്ട് അല്ലേ? മനുഷ്യൻ അങ്ങനെയാണ്, പല കാര്യങ്ങളും ആഗ്രഹിക്കും, നടക്കാതെ ആകുമ്പോൾ ടെൻഷൻ അടിച്ചിങ്ങോട്ട് പോകും. ഞാൻ നിങ്ങൾക്കൊരു 3 ടിപ്സ് പറഞ്ഞുതരാം. ആ 3 കാര്യങ്ങൾ നമ്മൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ ഓരോ ദിവസങ്ങളും ഓരോ സെക്കൻഡുകളും വളരെ സന്തോഷമുള്ളതാക്കാം. പറയട്ടെ, ആദ്യമായി നമ്മളെ നല്ലതുപോലെ സ്നേഹിക്കുക. നമ്മളെ സ്നേഹിക്കുന്നതിന് നല്ലൊരു കുറവ് കാണിക്കാറുണ്ട് ഇല്ലേ? നമുക്ക് നമ്മളെ ഒരിഷ്ടം തോന്നാറില്ല. അതേപോലെ നമ്മളെ ബഹുമാനിക്കുക. നമ്മളെ ബഹുമാനിക്കാറുണ്ടോ? അതേമാതിരി നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. മിസ്റ്റർ ബീൻ്റെ ഒരു വീഡിയോയിൽ മിസ്റ്റർ ബീൻ്റെ തോളിൽ തട്ടിയിട്ട് സ്വയം പുകഴ്ത്തുന്നുണ്ട്, അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു കോമഡി ആണെങ്കിൽ പോലും അതിൽ നമുക്ക് എന്താണ്, നല്ലൊരു മെസ്സേജ് തരുന്നുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നല്ലോണം സ്നേഹിക്കും വേണം, നമ്മളെ ബഹുമാനിക്കും വേണം, നമ്മളെ തന്നെ പ്രോത്സാഹിപ്പിക്കും വേണം. നമ്മളിൽ നിന്ന് നമുക്ക് ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് മുന്നേറാൻ എളുപ്പമാകുന്നത്. നമ്മളൊരിക്കലും ആ കാര്യങ്ങൾ ചെയ്യാൻ മറ്റൊരാളെ ഏൽപ്പിക്കാതിരിക്കുക. മറ്റുള്ളവരുടെ ചുമതലയാണ്, അവർ ചെയ്യട്ടെ, നമ്മളൊരുപാട് സ്നേഹിക്കണം, അവരിൻ്റെ ഒപ്പം നിൽക്കണം, അവരെന്നെ പ്രോത്സാഹിപ്പിക്കണം, അവരെന്നെ കൂടുതൽ കെയർ ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യുന്നത് വെറും മണ്ടത്തരാണ്. നമ്മളെ സ്നേഹിക്കുക, നമ്മളെ ബഹുമാനിക്കുക, നമ്മളെന്ത് ചെയ്യുക, നമ്മളെ പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം, സന്തോഷത്തിനെയും സമാധാനത്തിനെയും ബാധിക്കുന്ന എന്തുതന്നെയാണെങ്കിലും അതൊന്ന് വിട്ടുനിൽക്കുക. നമ്മുടെ സന്തോഷം ഇല്ലാതാക്കണം എന്ത് കാര്യമാണെങ്കിലും, നമ്മുടെ മനസ്സമാധാനം ഇല്ലാതാക്കണം എന്ത് കാര്യങ്ങളാണെങ്കിലും ആ വഴിക്കേ തിരിയരുത്. അത് എത്ര വില പിടിപ്പുള്ളതാണെങ്കിലും ശരി. കാരണം നമ്മുടെ മനസ്സമാധാനം സന്തോഷം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനേക്കാൾ വലുത് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. ഇതില്ലെങ്കിലോ എത്ര വലുത് നേടിയെടുത്തിട്ടും കാര്യമില്ല, നമുക്കതുകൊണ്ട് ഉപകാരം ഉണ്ടാവില്ല. പല സമയത്തും നമ്മളെ പരിഗണിക്കണില്ല എന്നുള്ളൊരു പരാതി നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മളെ ആദ്യത്തെ പരിഗണന നമ്മളെപ്പോഴും നമ്മൾക്ക് തന്നെ കൊടുക്കണം. ഫസ്റ്റ് പ്രയോറിറ്റി അത് നമ്മൾക്ക് തന്നെ കൊടുക്കണം. അങ്ങനെ അതുപോലെയാണ് മറ്റുള്ളവരൊക്കെ അങ്ങനെ തന്നെയാണ്. അവർക്ക് പ്രയോറിറ്റി കൊടുക്കേണ്ട, അവർ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷമാണ് മറ്റുള്ളവർക്ക് കൊടുക്കണുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അവർ നമ്മളെ കെയർ ചെയ്യണില്ല, അവർ നമ്മളെ സ്നേഹിക്കുന്നില്ല, അവർ നമ്മളെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, ഈ ചിന്തകളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾക്ക് തന്നെ പ്രയോറിറ്റി കൊടുക്കുക. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം, നമ്മൾ ആർക്ക് എന്ത് ഉപകാരം ചെയ്താലും തിരിച്ച് അയാളിൽ നിന്ന് നമുക്കും ഉപകാരം കിട്ടണം എന്ന് പ്രതീക്ഷിച്ച് കൊടുക്കുകയേ ചെയ്യരുത്, ഒരിക്കലും കൊടുക്കരുത്. നമ്മൾ ഒരാൾക്ക് എന്ത് ഉപകാരം ചെയ്താലും ആ കാര്യം നമ്മൾ അവിടെ വെച്ച് മറന്നേക്കുക. നമുക്ക് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്നുള്ളത്. അത് നമ്മളൊരു തമാശക്കാണ് പറയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വേറെ രീതിയിലാണ് അത് ഉപയോഗിക്കാറുണ്ടെന്നുണ്ടെങ്കിലും, പക്ഷെ അതൊരു വാസ്തവമാണ്. നമ്മൾ ഒരാളെ സഹായിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കാൻ മറ്റൊരാൾ അപ്പുറത്തുണ്ടാവും, പക്ഷെ അത് നമ്മൾ പോലും അറിയില്ല. ഇപ്പോൾ ബൈക്കൊക്കെ ഓടിക്കുന്ന, വാഹനങ്ങളൊക്കെ ഉള്ള പല ആളുകൾക്കും അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇപ്പോൾ യാത്രകൾ ചെയ്യുന്നവർക്ക്, ഒന്നിൽ പഠിക്കണ വിദ്യാർത്ഥികൾക്ക്, അവർക്ക് ആർക്കെങ്കിലും എപ്പോഴേലൊക്കെ ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവർ മറന്നിട്ടേ ഉണ്ടാവും. പക്ഷെ അവർ ചെയ്ത നന്മക്ക് അവർക്കൊരു ഉപകാരം പിന്നീട് അവർ തിരിച്ച് അനുഭവിച്ചിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ ആ വ്യക്തിയിൽ നിന്ന് എനിക്കും തിരിച്ചു കിട്ടണമേ എന്നുള്ള ഒരു ആഗ്രഹത്തോടെ പിന്നെ നമ്മളത് പ്രതീക്ഷിച്ച് നടക്കുകയാണ്. ആ വ്യക്തി നമ്മളെ മൈൻഡ് ചെയ്യണില്ല. ഞാൻ അയാൾക്ക് എത്ര സഹായം ചെയ്ത അയാൾ എന്നെ മൈൻഡ് ചെയ്യണേ ഇല്ല, ഇനി അവൻ ഒരാൾക്കും ചെയ്യില്ല, അങ്ങനെ ചിന്തിക്കുകയും ചെയ്യും. നമ്മൾ ഒരാൾക്ക് എന്തെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഉപകാരം ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾ അവിടെ വെച്ച് മറക്കുക. പക്ഷെ നമുക്ക് ആരെങ്കിലും വല്ല ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെപ്പോഴും ഓർക്കുക. എന്നിട്ട് ആ വ്യക്തിയെ നമുക്ക് സഹായിക്കാനുള്ളൊരു മെൻറ്റാലിറ്റി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്പെടുമെന്നുള്ളത് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.